സൗദിയുടെ വിവിധ ഭാഗങ്ങളിലായി കനത്ത മഴ തുടരുകയാണ്. റിയാദിലും കിഴക്കൻ പ്രവിശ്യയിലും പല ഭാഗത്തായും മഴയുണ്ട്. അതിശക്തമല്ലെങ്കിലും വ്യാഴാഴ്ച വരെ മഴ തുടരുമെന്നും മുന്നറിയിപ്പുണ്ട്. റിയാദിൽ മഴ ആസ്വദിക്കാൻ വാദിയിലേക്ക് പോയ കുടുംബം അപകടത്തിൽപ്പെട്ട് 3 സൗദികൾ മരണപ്പെട്ടിരുന്നു. വാഹനം ഓടിക്കുന്നവർക്ക് ജാഗ്രതാ നിർദ്ദേശം തുടരുന്നു. ഇന്നലെ മുതൽ തുള്ളിക്കൊരു കുടം കണക്കെയായിരുന്നു മഴ. അല്പനേരം പെയ്താൽ തന്നെ പല ഭാഗത്തും വെള്ളക്കെട്ടാണ്. ഇടമുറിഞ്ഞാണ് മഴ. ഭൂരിഭാഗം സമയത്തും ശക്തമല്ല. എന്നാൽ മണലിൽ മഴ പെയ്താൽ വെള്ളം പൊങ്ങും. റിയാദിൽ ഇന്നലെ ഗതാഗതം താറുമാറായിരുന്നു. ഇന്ന് റിയാദ്, കിഴക്കൻ പ്രവിശ്യ, ഹായിൽ, കസീം, അസീർ, ജീസാൻ മേഖലകളിൽ റെഡ് അലേർട്ടും പ്രഖ്യാപിച്ചതാണ്. മുന്നറിയിപ്പുണ്ടായിരുന്നുവെങ്കിലും റിയാദ് നഗരത്തിലേക്ക് കാര്യമായി മഴ എത്തിയിട്ടില്ല. അതേസമയം തണുപ്പ് കൂടുകയും ചെയ്തു. റിയാദ് നഗരത്തിനു മുകളിൽ മഴക്കാറും ഒപ്പം കോടമഞ്ഞും തുടരുന്നുണ്ട്. റിയാദിലും കിഴക്കൻ പ്രവിശ്യയിലും സ്കൂളുകൾ ഓൺലൈനിലേക്ക് മാറ്റിയിരുന്നു. വാരാന്ത്യം അടുത്തതോടെ റിയാദ്, കസീം, മദീന, കിഴക്കൻ പ്രവിശ്യ ഹൈവേകളിലൂടെ യാത്ര ചെയ്യുന്നവർക്ക് ജാഗ്രതാ നിർദ്ദേശമുണ്ട്. പുലർച്ചകളിൽ കനത്ത കോടമഞ്ഞിനും സാധ്യതയുണ്ട്. ഇന്ന് കസീം, ഹായിൽ, അറാർ, കിഴക്കൻ പ്രവിശ്യകളിൽ മഴ മുന്നറിയിപ്പ് തുടരുകയാണ്. പോയ വാരം മഴ പെയ്ത മക്ക പ്രവിശ്യയിലെ പല ഭാഗത്തും പച്ചപ്പും പ്രത്യക്ഷപ്പെട്ടു. ഹറമിലേക്ക് പോകുന്നവർ യാത്രയിൽ മുൻകരുതലിന്റെ ഭാഗമായി മാസ്ക് ധരിക്കുന്നതും പ്രതിരോധ കുത്തിവയ്പ് എടുക്കുന്നതും ഗുണമാകും. ആരോഗ്യ മന്ത്രാലയവും ഇക്കാര്യം ഓർമ്മിപ്പിക്കുന്നു. അഫ്താബുർ റഹ്മാൻ, മീഡിയ 1, റിയാദ്.